CPM-നെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ ശ്രദ്ധേയമായ നിലപാട് പറയുന്നവരോ മുതിർന്ന നേതാവും കൂടിയാണ് NN കൃഷ്ണദാസ്. ഇപ്പോൾ ബാലന്റെ വിവാദ പ്രസ്താവനയിൽ ഇന്നലെ തന്നെ TPയും ഒരു നിലപാട് പറഞ്ഞതാണ്, അത് തള്ളിയതാണ് LDF കൺവീനർ. എങ്കിൽ കൂടിയും NN കൃഷ്ണദാസിനെ പോലെ മുതിർന്ന നേതാക്കൾക്കും അതിൽ വിയോജിപ്പുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലൂടെ മനസ്സിലാക്കുകയാണ്. എന്താണ് കൃഷ്ണദാസ് പറയുന്നത്? സൈഫുദ്ദീൻ AK ബാലന്റെ ആ വിവാദ പ്രസ്താവന ഏറ്റുപിടിക്കാൻ എന്തായാലും ഈ CPM തീരുമാനിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് NN കൃഷ്ണദാസും ഇന്നലെ TP രാമകൃഷ്ണന് പിന്നാലെ NN കൃഷ്ണദാസും അതിനെ തള്ളുന്നത് എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് ഈ മുസ്ലിം വർഗീയ സംഘടനകളെയും RSSനെയും സമീകരിക്കുന്നത് ശരിയല്ല. അത് EMS തന്നെ പറഞ്ഞിട്ടുണ്ട്. 1000 കൊല്ലം ഇവിടെ മുസ്ലിം വർഗീയ സംഘടനകൾ പ്രവർത്തിച്ചാലും ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ കഴിയില്ല. എന്നാൽ RSSന്റെ പ്രവർത്തനങ്ങളിലൂടെ ഹിന്ദു രാജ്യമാക്കി മാറ്റാൻ കഴിയും. ആ ഒരു നിലപാട് തന്നെയാണ് CPM-ന് ഇപ്പോഴും ഉള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇവിടെ മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങളും വികസനവും എല്ലാമാണ് ചർച്ച ചെയ്യേണ്ടത് എന്നാണ്. നമുക്കറിയാം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഈ നീലപ്പെട്ടി വിവാദം ഉണ്ടായപ്പോൾ അന്ന് NN കൃഷ്ണദാസ് നടത്തിയൊരു പ്രസ്താവന നീലപ്പെട്ടി മഞ്ഞപ്പെട്ടി എന്ന് പറഞ്ഞ് നടക്കുകയല്ല വേണ്ടത്, വികസനമാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എന്തായാലും AK ബാലൻ വിഷയത്തിലും ഒരു സമാനമായ കാഴ്ചപ്പാട് തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. തീർച്ചയായും. അപ്പോൾ UDF ഭരണത്തിലെത്തിയാൽ ജമാഅത്തായിരിക്കും ആഭ്യന്തര ഉപ്പ് കൈയാളുക എന്ന വളരെ വിവാദമായ ബാലന്റെ പ്രസ്താവന മൊത്തത്തിൽ ഏറ്റെടുക്കാൻ ഏതായാലും CPM തീരുമാനിച്ചിട്ടില്ല എന്ന വ്യക്തമായ സൂചന നൽകുന്നുണ്ട് NN കൃഷ്ണദാസിന്റെ പ്രതികരണവും. ഇന്നലെ തന്നെ LDF കൺവീനർ AK ബാലന്റെ വിവാദ പരാമർശത്തെ തള്ളിയതാണ്. ഇന്നിപ്പോൾ മുതിർന്ന നേതാക്കളിൽ ഒരാളായ NN കൃഷ്ണദാസും അങ്ങനെ ഒരു അഭിപ്രായം പാർട്ടിക്കില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ബാലൻ പറഞ്ഞതിന് പിന്നാലെ ഇനി പാർട്ടി കൂടുതൽ സഞ്ചരിക്കാൻ സാധ്യതയില്ല എന്നുകൂടി മനസ്സിലാക്കുകയാണ്.